ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലിക്കൊണ്ട് ദൈവമാതൃത്വ തിരുനാളിന് ഹോളി ഫയർ മിനിസ്ട്രിയോട് ചേർന്ന് നമ്മൾ ഒരുങ്ങുകയാണ്. ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് ഭക്തി ആദരപൂർവ്വം നമുക്ക് പങ്കുചേരാം. പ്രിയമുള്ളവരെ, ഒരുക്കത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. മൂന്നാമത്തെ ഘട്ടത്തിൻ്റെ പ്രത്യേകത എല്ലാം പരിശുദ്ധ അമ്മയുമായിട്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വിഷയങ്ങളാണ്. ഇന്നേ ദിവസം നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് കാനായിലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെക്കുറിച്ചാണ്. കാനായിലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അത്ഭുതത്തെക്കുറിച്ചുള്ള വിവരണം ആരംഭിക്കുന്നത്. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ഇനി നമ്മൾ കാണുന്നു, അവിടെ ഒരു കുറവുണ്ടായി. ഈ കുറവ് അമ്മ അറിഞ്ഞു. അമ്മ ഒരു കുറവ് അറിഞ്ഞതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, അമ്മയ്ക്ക് അവിടെ കലവറ വരെയും പ്രവേശിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഒരു കല്യാണ വിരുന്നിൻ്റെ ഒരു വിഭവത്തിൻ്റെ കുറവ് ആദ്യം അറിയുന്നത് കലവറയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. ഒരു വിവാഹത്തിൻ്റെ കലവറ സൂക്ഷിപ്പുകാരായിട്ട് നമ്മൾ ആരെയാണ് ഏൽപ്പിക്കുക? ഏറ്റവും അടുത്ത ബന്ധുക്കളെയാണ്. എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കലവറ വരെയും കടന്നു ചെല്ലാൻ സാന്നിധ്യം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന അമ്മയുടെ ചാർച്ചക്കാരിയായിരുന്ന ഏതോ ഒരു പെൺകുട്ടിയുടെ വിവാഹമാണ് അവിടെ നടന്നിരുന്നത്. അപ്പം ആ കുടുംബത്തിൻ്റെ നന്മയുടെ ആദ്യത്തെ കാരണം, രക്ഷയിലേക്കുള്ള വഴിയുടെ ആദ്യത്തെ കാരണം അമ്മയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് വിചിന്തന വിഷയമാക്കേണ്ടതുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതങ്ങളിൽ ഒരു സ്വാതന്ത്ര്യമുണ്ടോ? അമ്മയ്ക്ക് നമുക്ക് വേണ്ടി ഇടപെടാൻ കഴിയുന്നുണ്ടോ? അത് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സെന്റ് അഗസ്റ്റിൻ പറയും, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച കർത്താവിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുക സാധ്യമല്ല. അപ്പൊ നമ്മൾ അനുവദിക്കുന്നുണ്ടോ ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമ്മളിൽ ഇടപെടലുകൾ നടത്തുവാൻ? പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഇടപെടലുകൾ നടത്തുവാൻ നമ്മൾ അനുവദിക്കുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ അമ്മയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ആ കുടുംബത്തിൽ ഒരു കുറവുണ്ടായി. പക്ഷെ കുറവ് അപമാനങ്ങൾക്ക് വഴിതെളിക്കാതെ അഭിമാനത്തിന് വഴിതെളിച്ചു. കാരണം അമ്മ ആ കുറവിനെ കുറിച്ച് അറിഞ്ഞു. അമ്മ മധ്യസ്ഥമായിട്ട് അമ്മ ഈശോയുടെ അടുത്തേക്ക് ചെന്നു എന്നുള്ളതാണ്. കുറവുകളില്ലാത്ത ഏതെങ്കിലും കുടുംബമുണ്ടോ? ഒരു കുടുംബമില്ല. പലതരത്തിലുള്ള കുറവുകളുണ്ട്. കുറവുകളില്ലാത്ത വ്യക്തി ജീവിതങ്ങളുണ്ടോ? ഇല്ല. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുറവുകളുണ്ട്. അത് സമ്പത്തിൻ്റെയോ ഐശ്വര്യത്തിൻ്റെയോ സമാധാനത്തിൻ്റെയോ ആരോഗ്യത്തിൻ്റെയോ അങ്ങനെ പല തലങ്ങളിൽ കുറവുകൾ അനുഭവിക്കുന്നവരാണ് മനുഷ്യരെല്ലാവരും. എല്ലാ കുടുംബങ്ങളിലും തന്നെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ഈ കുറവുകളൊക്കെ അപമാനത്തിലേക്ക് വഴിതെളിക്കാതിരിക്കണമെങ്കിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണം. കുറവുകളൊന്നും അപമാനത്തിന്, ഈ കാലഘട്ടത്തിൽ മക്കളുടെ കുറവുകൾ കുടുംബത്തിൻ്റെ, ഒരുപാട് കുടുംബങ്ങളുടെ കുറവുകൾക്കും അപമാനങ്ങൾക്കും കാരണമാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. മക്കളുടെ ജീവിതത്തിലെ ചില പാളിച്ചകൾ, ചില പോരായ്മകൾ കുടുംബം അപമാനിക്കപ്പെടുന്നതിന് കാരണമാകുന്നത് കാണുന്നുണ്ട്. ദാമ്പത്യത്തിലെ ചില പോരായ്മകൾ, കുറവുകൾ, അത് ആ കുടുംബം അപമാനത്തിന് കാരണമാകുന്നതിന് ഇടയാകുന്നത് കണ്ടിട്ടുണ്ട്. ചേർത്ത് പിടിക്കണം പരിശുദ്ധ അമ്മയെ കുറവുകൾ നിറവുകളായിട്ട് പരിണമിക്കാൻ. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയേ, വീഞ്ഞാണ് അവിടെ തീർന്നു പോകുന്നത്. വീഞ്ഞ് തീർന്നു പോകുന്നു എന്നറിഞ്ഞാൽ അവർ എപ്രകാരമായിരിക്കും അത് വിളമ്പുവാൻ ശ്രദ്ധിക്കുക? കാരണം അവരുടെ ഇല്ലായ്മയാണ്. ഇല്ലാതാകുന്ന ഒന്നിനെ പിടിച്ചു വിളമ്പിയ ഒന്നായിരിക്കണം. ഇനി ഈശോയുടെ അടുത്ത് എന്ന് അമ്മ പറഞ്ഞതിന് ശേഷം 6 കൽഭരണി നിറയെ അവർക്ക് സമൃദ്ധി ഉണ്ടായി. 6 കൽഭരണി എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന ഇടമാണ്. ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് അളവ്, കുടിക്കാൻ വെള്ളം വെക്കുന്നത് പോലെയല്ലല്ലോ കുളിക്കുവാനും ശുദ്ധീകരണ കർമ്മത്തിനും വെള്ളം വെക്കുന്നത്. അപ്പൊ അത് ഒരുപാട് കൂടുതലുണ്ടാകും. അങ്ങനെ 6 കൽഭരണി നിറയെ എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രജ്ഞന്മാർ പറയും അതിനി അനേകം വിവാഹങ്ങൾക്ക് തികയുമാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ അവരെ ഭയപ്പെടുത്തിയിരുന്നത്, ഏത് കുറവാണോ അവരെ സങ്കടപ്പെടുത്തിയിരുന്നത്, അത് അവരുടെ ശക്തി കേന്ദ്രമായിട്ട് മാറി. ചിലപ്പോഴെങ്കിലും ദേവാലയങ്ങളിലൊക്കെ ഒന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്ന മാതാപിതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. മക്കളുടെ കുറവുകളെ കുറിച്ചാണ് അവർ പറയുക, ഇന്ന കുറവുണ്ട് എൻ്റെ മക്കൾ, അത് ഒരു അപമാനമാകുന്നു എന്ന സങ്കടത്തിൽ അവർ നിൽക്കുന്നു. പിന്നീട് നാളുകൾക്ക് ശേഷം ആ മക്കളെക്കുറിച്ച് അവർ അഭിമാനത്തോടെ സംസാരിക്കുന്നത് കാണാനിടയായിട്ടുണ്ട്.
അപ്പൊ ആരെക്കുറിച്ചാണോ അവർ വിഷമിച്ചിരുന്നത്, പിന്നെ അതേ വ്യക്തിയെക്കുറിച്ച് അവർ അഭിമാനത്തോടെ സംസാരിക്കുന്നു. അവരുടെ കുറവ് പിന്നീട് അഭിമാനത്തിന് കാരണമാകുന്നു. നമ്മുടെ കുടുംബത്തിന്റെ കുറവുകൾ, വ്യക്തി ജീവിതത്തിന്റെ കുറവുകൾ അഭിമാനത്തിന്റെ കാരണമാകണമെങ്കിൽ നമ്മൾ എവിടെയാണോ പോരായ്മ അനുഭവിക്കുന്നത് അത് നമ്മളുടെ സ്ട്രോങ് ഹോൾഡ്, നമ്മുടെ ശക്തിയായി മാറണമെങ്കിൽ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യം ഉണ്ടാകണം. കാനായിലെ കല്യാണ നാളിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത അതാണ്. കാനായിലെ കല്യാണ നാളിലെ അമ്മ കുറവുകളെ നിറവുകളാക്കുന്ന സമയത്തെ പ്രദാനം ചെയ്യാൻ കഴിയുന്ന മാധ്യസ്ഥമാണ്. അമ്മയെ നമുക്ക് നമ്മളോട് ചേർത്ത് പിടിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ അമ്മയ്ക്ക് നമുക്ക് അവസരങ്ങൾ കൊടുക്കാം. ആമേൻ. വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിലേക്ക് ഇറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിൽ വന്നു നിറഞ്ഞ ദൈവാത്മാവിൻ്റെ ശക്തി, അത്യുന്നതൻ്റെ ശക്തി ഈ ദൈവമാതൃത്വ തിരുനാളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരിലും വന്ന് നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോൽ കൃപയാൽ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോൽ കൃപയാൽ അഭിഷേകം ചെയ്തിടണേ. യേശുവിനെ ഒന്നു സ്പർശിക്കുവാൻ വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ, യേശുവിനെ ഒന്നു സ്പർശിക്കുവാൻ വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ, കാറ്റായി വന്നെന്നെ ചലിപ്പിക്കണേ. ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ. കാറ്റായി വന്നെന്നെ ചലിപ്പിക്കണേ. ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ. പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോൽ കൃപയാൽ അഭിഷേകം ചെയ്തിടണേ. പന്തക്കുസ്ത പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ. പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, പരിശ്രമശീലം, അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി
മുദ്ര കുത്തണമേ. അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ. ആമേൻ. നമുക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിൻ്റെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ തിരുരക്തമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.